അങ്ങനെ റൂമിലെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ അങ്ങനെ പൂണ്ടി കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇറങ്ങിയപ്പോൾ തന്നെ കൊട്ടും മേളത്തോടും കൂടി ഒരു കൂട്ടം വരുന്നു. ആദ്യം വിചാരിച്ചത് എന്തോ സെലിബ്രേഷൻ ആണെന്നാണ്. എന്നിട്ട് കാർത്തി ബ്രോ ആണ് പറഞ്ഞത് മരിച്ചടക്കിന് ഒരു ബോഡി കൊണ്ടുപോകുന്നതാണെന്ന്. ഇവിടെ മരണവും ഒരു ആഘോഷം പോലെയാണല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോയത് പൂണ്ടി ലേക്ക് കാണാനാണ്. ഒരു മല കയറി വേണം നമുക്ക് ലേക്കിന്റെ അടുത്തേക്ക് പോകാൻ. നമ്മൾ മല കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാനും തുടങ്ങി. എന്നാൽ കുറച്ച് മുകളിലോട്ട് കയറിയപ്പോൾ നല്ല അടിപൊളി വെയിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കയറിയപ്പോൾ വെയിലും മഴയും ഒരുമിച്ച് വന്നു. എന്തായാലും വല്ലാത്തൊരു ക്ലൈമറ്റ് തന്നെ. അങ്ങനെ എല്ലാവരും പതിയെ മഴയൊക്കെ കൊണ്ട് മല കയറുകയാണ്. അപ്പോഴാണ് കാട്ടിൽ പോയി വിറകുമായിട്ട് കുറച്ചു പേർ പോകുന്നത് കാണുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ചെറിയ കോടയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നടന്നു പോകുന്ന വഴി. മഴയും വെയിലും ഒരുമിച്ച് വന്നുകൊണ്ട് ഏതായാലും മഴവില് കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഞാൻ മഴവില് കാണുന്നത്. അങ്ങനെ മഴവില് കണ്ട് നമ്മൾ അങ്ങനെ ലേക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ നടന്ന് ലേക്കിന്റെ അവിടുത്തെ തടയണ പോലെ കെട്ടിവെച്ചിരിക്കുന്നതിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ഞാനിപ്പോൾ. അവിടെ നിന്നും എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വഴിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ലേക്കിന്റെ അവിടെയുള്ള പുൽമേട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള ലേക്കിന്റെ വ്യൂ ഒരു രക്ഷയുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ അവിടെയുള്ള പുൽമേട്ടിൽ കൂടി അങ്ങനെ നടക്കുവാണ്. മുന്നോട്ട് ചെല്ലുമ്പോൾ ലേക്കിന്റെ അക്കരയായിട്ട് ഒരു ചെറിയ സ്റ്റേ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ലേക്കും മലയും മരങ്ങളും പുൽമേടും ഒക്കെ ആയിട്ട് അവിടെ കാണാൻ അടിപൊളിയായിരുന്നു. ഇവിടെയൊക്കെ നന്നായിട്ട് നല്ലവണ്ണം പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയാൽ അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ നമ്മൾ നടന്നൊരു തട്ടിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിൽ ലേക്കാണുള്ളത്. ഇവിടെയാണെങ്കിൽ ഒരാൾ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. ഇവിടെ കൂടി നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. കാര്യം എപ്പോൾ വേണമെങ്കിൽ ചാണകത്തിൽ ചവിട്ടാം. അങ്ങനെ നടന്ന് തിരിച്ചു പോരുമ്പോഴാണ് മയിലുകളുടെ ഒരു കൂട്ടത്തെ കാണുന്നത്. നമ്മുടെ വട്ടവടയിലുള്ളതുപോലെ മലകളുടെ സൈഡിൽ തട്ടുതട്ടായിട്ടാണ് ഇവിടെയും കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. പിന്നെയുള്ളത് ക്യാരറ്റ് ആണ്. ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നത് ഒരു അടിപൊളി കാഴ്ച കാണാനാണ് സുഹൃത്തുക്കളെ. ദൂരെ മലകൾക്ക് ഇടയിലായി കോടമഞ്ഞ് വന്ന് കെട്ടി നിൽക്കുകയാണ്. അത് നല്ല അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. ഏതായാലും അങ്ങനെ കുറെ നേരം ആ കാഴ്ച കണ്ടു നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരികെ വണ്ടിയിൽ കയറി സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോയി. പൂണ്ടിയിൽ രാത്രി നല്ല തണുപ്പായിരുന്നു. ഏതായാലും അതുകൊണ്ട് ചെറിയ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ചു നേരം തീയൊക്കെ കാഞ്ഞ് പാട്ടൊക്കെ വെച്ച് തുള്ളി ആ രാത്രി മനോഹരമാക്കി പോയി കിടന്നു.